14ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പ്രേതത്തെ കണ്ട് ആകെ പേടിച്ചു പറിച്ചിരിക്കുന്ന ഹ്യൂൻജിയാണ് കാണിക്കുന്നത്. അവൾ വിളിച്ചതും ബോംപാലും അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. എന്താ പറ്റിയത്? ഞാനിനി എന്താ ചെയ്യണ്ടേ? ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടതൊന്നും കോയിൻസിഡൻസ് അല്ലായിരുന്നു. എനിക്ക് പ്രേതങ്ങളെ കാണാം. അതും പറഞ്ഞ് അവൾ പേടിയോടെ മുകളിലേക്ക് നോക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെയും ഇരിപ്പുണ്ട് ഒരു പ്രേതം. ഇത് ബോംപാലും കാണുന്നു. അമ്മാവൻ എന്ത് നടക്കരുതെന്ന് കരുതിയോ അത് തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നു. ഞാനിനി എന്താ ചെയ്യാ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതും അവൾക്കും ചെറിയൊരു ആശ്വാസമാകുന്നു. പ്രേതത്തെ കണ്ട് പേടിച്ചത് കാരണം ചെരുപ്പ് പോലും ഇടാതെയായിരുന്നു അവൾ ഓടി വന്നത്. അത് കാരണം ബോംപാൽ അവൾക്ക് ചെരുപ്പെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബോംപാല് ആദ്യമായിട്ട് എന്നായിരുന്നു പ്രേതത്തെ കണ്ടത്? ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ. പ്രേതത്തെ കണ്ട് പേടിച്ച് പാൻഡിൽ വരെ മുള്ളിയിട്ടുണ്ട്. പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും പേടിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ബോംപാല് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അവൻ വീടിന് പുറത്ത് തനിച്ചിരുന്ന് പന്ത് കളിക്കുകയായിരുന്നു. ആ സമയത്ത് ഉരുണ്ടുപോയ പന്ത് എടുക്കാനായിട്ട് ചെന്നതും പെട്ടെന്നാണ് ഒരു പ്രേതമെന്ന ആ പന്തിൽ പിടിക്കുന്നത്. പ്രേതത്തെ കണ്ടതും പേടിച്ചു പോയി ബോംപാല് മാറിയിരുന്ന് കരയാൻ തുടങ്ങി. ആ സമയത്താണ് അവന്റെ അടുത്തേക്ക് അമ്മാവൻ വരുന്നത്. പേടിക്കാനൊന്നുമില്ല മോനെ, ദേ നോക്ക്, അത് പോയി കണ്ടോ? എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു പേടിയുണ്ട്. ഓരോ തവണയും ഓടി ഒളിക്കുമ്പോഴും ആ പേടി മോന് തോന്നും. അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. എന്ത് വന്നാലും ധൈര്യത്തോടെ നേരിടണം. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ. ആര് പറഞ്ഞു മോൻ ഒറ്റയ്ക്കാണെന്ന്? മോന്റെ തൊട്ടു പിറകിലായിട്ട് എന്നും ഈ അമ്മാവനും കാണും കേട്ടോ. ഇത് തന്നെ അവൻ ഹ്യൂൻജിയോട് പറയുന്നു. പേടിക്കാനൊന്നുമില്ല, ഞാൻ എന്നും നിന്റെ കൂടെ കാണും. അത് കേട്ടതും പേടിയെല്ലാം മാറി അവളും ഹാപ്പിയാകുന്നു. അങ്ങനെ ബോംബാല് വീട്ടിൽ തിരിച്ചു വന്നതും അമ്മാവനോട് നടന്നതെല്ലാം പറയുന്നു. അമ്മാവൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ഹ്യൂൻജിക്ക് പ്രേതങ്ങളെ കാണാൻ സാധിക്കും. അപ്പോ ഞാൻ വിചാരിച്ചത് ശരിയായി. അമ്മാവൻ പറഞ്ഞില്ലേ എന്റെ കണ്ണു മാറ്റിവെച്ചാൽ എല്ലാം ശരിയാകുമെന്ന്? ഇപ്പോൾ എന്നെക്കാളും അത് ആവശ്യം ഹ്യൂൻജിക്കാണ്. ഇതിനുവേണ്ടി ഞാൻ സേവ് ചെയ്ത മുഴുവൻ പണം അവൾക്ക് നൽകാം. അവൾ 5 വർഷമായിട്ട് കോമയിലല്ലായിരുന്നോ? ഒരു പക്ഷേ പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടിയതുണ്ടായിരിക്കും ഇങ്ങനെ. ചിലപ്പോൾ ഹ്യൂൻജിയുടെ അവസ്ഥ താൽക്കാലികം മാത്രമായിരിക്കും. അതുകൊണ്ട് അതൊന്നും ഓർത്ത് അധികം വിഷമിക്കേണ്ട. അവളുടെ ഓർമ്മകൾ മുഴുവനായിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും. അതുവരെ നീ അവളുടെ കൂടെയൊന്നും ഉണ്ടായാൽ മാത്രം മതി. അങ്ങനെ നേരം വെളുത്തു. ഹ്യൂൻജി ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ ബോംബാലിന്റെ മെസ്സേജും വരുന്നു. ഇന്നെന്താ പ്ലാൻ? രാവിലെ തന്നെ പ്രൊഫസർ ജൂവിന്റെ ക്ലാസ് ഉണ്ട്. ശരി, എങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. അതിനുശേഷം അവൻ മിസ് യു എന്നൊരു മെസ്സേജും കൂടി അയക്കുന്നു. അത് കണ്ടതും അവളാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി. അടുത്ത ഷൂട്ടിൽ തന്റെ പട്ടിയുമായി കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ആ പട്ടി അയാളുടെ കൈവിട്ട് ഓടിച്ചെന്ന് അവിടെ തറയിൽ നിന്നും എന്തോ മാന്തി എടുക്കുന്നത്. പക്ഷേ മാന്തി എടുത്ത സാധനം കണ്ടതും അയാൾ ഞെട്ടിപ്പോകുന്നു. കാരണം അതൊരു മനുഷ്യന്റെ കൈയായിരുന്നു. ഇത് ഏതാണ് സ്ഥലമെന്ന് മനസ്സിലായോ? പ്രൊഫസർ ജൂ ബോംബാലിന്റെ അച്ഛനെ കൊന്നു കുഴിച്ചുമൂടി അതേ സ്ഥലം. ഇതൊന്നും അറിയാതെ ഹ്യൂൻജിക്ക് തെറാപ്പിയുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. പട്ടികളുമായിട്ട് സ്ഥിരമായിട്ട് ഇടപഴകിയാലേ നമ്മളുടെ ടെൻഷനൊക്കെ ഒരുപാട് കുറയും. വേണമെങ്കിൽ എന്റെ ക്ലിനിക്കിലേക്ക് വന്ന് ഇവനെ എപ്പോൾ വേണമെങ്കിലും കാണാം. ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് വാ. എന്തിനാണെന്നറിയില്ല അയാൾ എപ്പോഴും ഹ്യൂൻജിയെ തന്റെ ക്ലിനിക്കിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്നാണ് അവൾക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നത്. എന്തു പറ്റി? അതും പറഞ്ഞ് അയാൾ ഹ്യൂൻജിയുടെ തലയിലേക്ക് കൈവെക്കുന്നു. ആ സമയത്ത് അയാളുടെ കയ്യിലുള്ള വാച്ചിന്റെ ശബ്ദം കേട്ടതും അവൾക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. അന്ന് അപകടം നടന്ന സമയത്ത് തന്റെ അടുത്തേക്ക് വന്ന ആളുടെ കയ്യിലും ഇതുപോലെയുള്ള ഒരു വാച്ചിന്റെ ശബ്ദമായിരുന്നു. എന്തുപറ്റി? എനിക്ക് തോന്നുന്നത് അപകടം നടന്ന സമയത്തെ ചില ഓർമ്മകൾ എനിക്ക് ഓർമ്മ വന്നെന്നാണ്. ഒരുപാട് ഓർക്കാൻ ശ്രമിക്കണ്ട. ബാഡ് മെമ്മറീസ് എല്ലാം കളഞ്ഞേരെ. എന്നിട്ട് നല്ല ഓർമ്മകൾ മാത്രം ഓർക്കാൻ ശ്രമിക്കുക. ഓർമ്മകളെല്ലാം അവൾക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ആൾക്ക് ചെറിയൊരു ടെൻഷനും കൂടിയുണ്ട്. അങ്ങനെ അയാൾ അവളെ തിരികെ കൊണ്ടുപോവുകയാണ്. ബോംപാലിനെ എന്നാ കണ്ടുമുട്ടിയത്? അറിയില്ല. ഒരു പക്ഷേ അത് വിധിയായിരിക്കും. ഇപ്പോ അവൾ പോകുന്നത് ബോംപാലിനെ കാണാനാണ്. കൃത്യസമയത്ത് തന്നെ അവൻ അവിടേക്ക് വരുന്നു. ശേഷം അയാൾക്ക് നന്ദിയും പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടുന്ന് പോവുകയാണ്. അപ്പോ വിധിയാണ് നിങ്ങൾ ഒന്നിപ്പിച്ചതല്ലേ? അടുത്ത ഷൂട്ടിൽ ചോയെയും കിമ്മിനെയുമാണ് കാണിക്കുന്നത്. എന്നാലും അമ്മാവൻ നമ്മളോട് എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമ്മാവൻ അവരോട് പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. എപ്പോഴും നിങ്ങൾ ബോംബാലിന്റെ കൂടെ തന്നെ ഉണ്ടാകണം. അപ്പോ ഞങ്ങൾക്ക് ഒരുമിച്ച് ബാധ ഒഴിപ്പിക്കാനുള്ള പെർമിഷൻ തരുവാണോ? തോന്നിവാസം പറയുന്നോടാ. ബോംബാലിന്റെ കൂടെ തന്നെ ഉണ്ടാവണം, മനസ്സിലായോ? പ്രൊഫസർ ജൂവിനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം. അതും പറഞ്ഞ് ആള് ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. എന്നാലും അമ്മാവൻ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? അടുത്ത ഷൂട്ടിലെ ബോംബാലിനെ ഹ്യൂൻജിയാണ് കാണിക്കുന്നത്. ഒരു പ്രേതം മുന്നിലേക്ക് വന്നാൽ അതിനെ എങ്ങനെ നേരിടണം, അതിനുവേണ്ടി ക്ലാസ് എടുക്കാനാണ് അവൻ ഹ്യൂൻജിയും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ അവള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? അതുണ്ടോ അവനറിയുന്നു. എന്തായാലും എന്താ, അവസാനം ക്ലാസ് പഠിത്തം ഇങ്ങനെയായി മാറുന്നു. കൃത്യസമയത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. എന്തൊരു മനോഹരമായ കാഴ്ച. ഇവിടെ ഭയങ്കര ചൂട്. ശരിയാ, നല്ല ചൂടുണ്ട്. ശരി, ഈ ഫൈറ്റ് ചെയ്യാനൊക്കെ അതിന്റേതായ എക്സ്പെർട്ടിന്റെ അടുത്ത് തന്നെ പഠിക്കണം. ഇദ്ദേഹം ഒരു എക്സ്പെർട്ട് ആണോ? അത് കേട്ട് ചോയ് ഒന്ന് നെകളിക്കുന്നു. എന്റെ പേര് ചോയ്, സുണ്ടേ സൂപ്പിന്റെ സിഇഒ ആണ്. കൂടാതെ ജൂഡോയിലും കരാട്ടയിലും മാസ്റ്റർ എടുത്തവനും കൂടിയാണ്. അതും പറഞ്ഞ് ആള് ഹ്യൂൻജിയെ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒന്ന് സൂക്ഷിച്ചേക്കണേ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞാൻ അവളെ ഒന്നും ചെയ്യില്ല. അപ്പൊ ശരി, ഞാനൊരു പൂവാലിനാണെന്ന് കരുതുക. മോളുടെ നമ്പർ ഒന്ന് തരാമോ? അതവൻ ചോദിക്കേണ്ട താമസം. അപ്പോൾ തന്നെ അവൾ അവന് നമ്പർ കൊടുക്കുകയും ചെയ്തു. പാവം നമ്മുടെ ചോയിയുടെ ഒരു അവസ്ഥയെ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഫുഡ് കഴിക്കുവാണ്. താൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് എന്താ പറയാഞ്ഞ്? ഹ്യൂൻജിക്ക് പഴയ ഓർമ്മകൾ വല്ലതും തിരികെ കിട്ടിയോ? എങ്കിലല്ലേ നമുക്ക് ആ കാർ അടിച്ചവനെ പിടിക്കാൻ പറ്റൂ. നിനക്ക് ആ അപകടത്തെ പറ്റി ഒന്നും ഓർമ്മയില്ലായിരിക്കും. പക്ഷേ നീ അങ്ങനെ ബോംബാലിനെ മറക്കും? കിമ്മിനെ പോലും നീ മറന്നില്ലേ? ഇവൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഉള്ളിൽ എന്തുമാത്രം സങ്കടം ഉണ്ടെന്ന് അറിയാവോ? ചാവാൻ വരെ പോയത് അറിയോ? അവൻ കൂടുതൽ വല്ലതും പറയുന്നതിന് മുന്നേ തന്നെ കിം അവിടെയുള്ള ഫുഡ് എടുത്ത് അവന്റെ വായിലേക്ക് തിരികെ വെച്ച് കൊടുക്കുന്നു.
അങ്ങനെ ഹ്യൂൻചി തിരികെ വീട്ടിലെത്തിയതും അവളുടെ അമ്മ ആരോടും സംസാരിക്കുകയായിരുന്നു. അയാൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. നമ്മൾ ഈ വീട് വിൽക്കാൻ പോവാ. അച്ഛൻ തിരികെ വന്നാൽ ഉടൻ നമ്മൾ പോകും. അത് കേട്ടതും അവൾക്കാകെ ടെൻഷൻ ആകുന്നു. അടുത്ത ഷൂട്ടിൽ അമ്മാവനെയാണ് കാണിക്കുന്നത്. അമ്മാവനൊരു കോൾ വരുന്നു. ഇതാരാ സംസാരിക്കുന്നേ? പാർക്ക് ജി ഹുൻ എന്നൊരാൾ മിസ്സിംഗ് ആണെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഞങ്ങൾ അയാളെ കണ്ടെത്തി. നിങ്ങൾ വന്ന് അത് അയാൾ തന്നെയാണോ എന്നൊന്ന് തിരിച്ചറിയാനോ? അങ്ങനെ അമ്മാവൻ നേരെ മോർച്ചറിയിലേക്ക് പോകുന്നു. ബോഡി കണ്ടതും അത് ബോംപാലിന്റെ അച്ഛനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഞാനിനി എന്ത് ചെയ്യും? ബോംപാലിനോട് ഇതെങ്ങനെ പറയാനാ? തിരികെ വെളിയിലേക്ക് വന്നതും ഒരു പോലീസുകാരൻ വന്ന് അമ്മാവനോട് സംസാരിക്കുന്നു. ഡോക്ടർ പറയുന്നത് അയാളുടെ കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ടെന്നാണ്. വീണ് മരിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇതൊരു കൊലപാതകമാണെന്നാണ് പറയുന്നത്. അതൊക്കെ ഇനി ഓട്ടോപ്സി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അത് കേട്ടതും ആരാണ് കൊന്നതെന്നൊക്കെ അമ്മാവന് മനസ്സിലാകുന്നു. അതേസമയം ഈ ന്യൂസ് ടിവിയിൽ കൂടി പ്രൊഫസർ ജൂവും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് കേട്ടിട്ട് അയാൾക്ക് വെറും പുച്ഛമായൊരു ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മാവൻ ഇപ്പോൾ ബോംപാലിനെ കാണാൻ വന്നിരിക്കുവാണ്. നീ എവിടെ പോകുക? കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നിന്റെ അച്ഛനെ കണ്ടുപിടിച്ചു. പക്ഷേ അവനത് മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഒരുമിച്ച് പോയി നിന്റെ അച്ഛനെ കാണാം. ഞാൻ വരുന്നില്ല. അമ്മാവൻ തനിയെ പോയാൽ മതി. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നതും അമ്മാവൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നു. പക്ഷേ കാര്യം ഇതാണെന്ന് അവൻ അറിയില്ലായിരുന്നല്ലോ. മരിച്ചു കിടക്കുന്ന തന്റെ അച്ഛനെ കണ്ടതും അവനാകെ മരവിച്ചു പോകുന്നു. അടുത്ത ഷൂട്ടിൽ ആ പോലീസുകാരെയാണ് കാണിക്കുന്നത്. സാർ, ഒരു ബോഡിയും കൂടി കിട്ടിയിട്ടുണ്ട്. മറ്റ് രണ്ടുപേരും മരിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇയാൾ മരിച്ചേക്കുന്നത്. അത് കേട്ട് അവരപ്പോൾ തന്നെ ഡോക്ടറിനെ പോയി കാണുന്നു. നിങ്ങൾ അറിഞ്ഞത് ശരിയാ. ഇയാളുടെ കഴുത്ത് നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. മരണത്തിന് മുന്നേ പിടിവലി നടന്ന ലക്ഷണങ്ങളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊലപാതകയുടെ DNA ആ ബോഡിയിൽ നിന്ന് കിട്ടില്ലേ? അതൊക്കെ ഓട്ടോപ്സി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അവരുടെ ഫാമിലിയുടെ അനുവാദം കിട്ടിയാൽ അപ്പോൾ തന്നെ ചെയ്യും. അതേസമയം ഓട്ടോപ്സിക്കുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടേണ്ടത് ബോംപാലാണ്. പോലീസിന് നിന്റെ അച്ഛന്റെ മരണത്തിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഓട്ടോപ്സി ചെയ്താലേ അവർക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റൂ. നിനക്കും അതറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലൊന്ന് ഒപ്പിട്. ഇതെല്ലാം കേട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അവസാനം അവൻ അതിൽ ഒപ്പിടുകയും ചെയ്യുന്നു. അടുത്ത ഷൂട്ടിൽ ഹ്യൂൻജിയാണ് കാണിക്കുന്നത്. കാര്യങ്ങളൊന്നും അറിയാതെ ഇന്നലെ മുതലേ അവൾ ബോംപാലിന് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ അവൻ ഫോൺ എടുക്കാത്തത് കാരണം അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല. എന്നാൽ അവനാണെങ്കിൽ ഇതേ സമയം തന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യുകയായിരുന്നു. ഒരു വിവരവുമില്ലാത്തത് കാരണം അവൾ ബോംപാലിനെ കാണാനായിട്ട് അവന്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ അവിടെയും ആരുമില്ല. അന്നേരമാണ് പ്രൊഫസർ ജൂവിന്റെ കോള് വരുന്നത്. നമ്മൾ ഇന്ന് തെറാപ്പി ചെയ്യാൻ പോകുന്നത് വേറൊരു സ്ഥലത്താണ്. അതും പറഞ്ഞ് അയാൾ അവളെ വേറെ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ സമയത്താണ് അമ്മാവന്റെ കോള് വരുന്നത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അവളും കരയാൻ തുടങ്ങി. അങ്ങനെ അവൾ അപ്പോൾ തന്നെ ഓടി അങ്ങോട്ടേക്ക് വരുന്നു. അവൾ നോക്കുമ്പോൾ ആകെ സങ്കടപ്പെട്ട് മനസ്സ് തകർന്നിരിക്കുന്ന ബോംപാലിനെയാണ് കാണുന്നത്. എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഏയ്, അതൊന്നും സാരമില്ല. അപ്പോഴേക്കും ചടങ്ങിന് വേണ്ടി അവനെ വിളിക്കാനായിട്ട് ആൾക്കാരും വരുന്നു. ബോംപാൽ അവിടുന്ന് പോയ ശേഷമാണ് അവന്റെ അച്ഛന്റെ ഫോട്ടോ ഹ്യൂൻജി കാണുന്നത്. ഫോട്ടോ കണ്ടതും അവൾക്ക് എന്തൊക്കെയോ ഓർമ്മ വരാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ 5 വർഷം മുന്നേ എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവൾ ഒരു അമ്പലത്തിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് അവൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മോൾ എനിക്കൊരു സഹായം ചെയ്യാമോ? ദേ, ഇതെന്റെ മോന് കൊടുക്കണം. അവന്റെ അഡ്രസ്സും പേരും ഇതിനകത്തുണ്ട്. അതും പറഞ്ഞ് ആരെയോ കണ്ട് പേടിച്ചതുപോലെ അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പ്രൊഫസർ ജൂവിനെ കണ്ടായിരുന്നല്ലോ അന്ന് അയാൾ ഓടിപ്പോയത്. പക്ഷെ അവളാണെങ്കിൽ അത് ശ്രദ്ധിച്ചതുമില്ല. അതിനകത്ത് എന്താണെന്ന് മോള് കണ്ടായിരുന്നോ? അതിനകത്ത് ഒരു ബ്രേസ്ലെറ്റും പിന്നെ ഒരു കത്തുമായിരുന്നു. കത്തിനകത്ത് ബോംപാലിന്റെ പേരും ഉണ്ടായിരുന്നു. ബോംപാലിന്റെ പേര് ഓർത്തതും അവൾ ഷോക്കായി പോകുന്നു. അതെവിടെയാണ് വെച്ചതെന്ന് മോൾക്ക് ഓർമ്മയുണ്ടോ? പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ തലവേദന വരാൻ തുടങ്ങി. ഇനി അധികം ഓർക്കണ്ട. കുറച്ചുനേരം ഈ റൂമിലിരുന്ന് മോള് റെസ്റ്റ് എടുത്തോ. അത് എപ്പോ ഓർമ്മ വന്നാലും പറയണം കേട്ടോ. കാരണം അത് ബോംപാലിന് അത്രയും പ്രധാനപ്പെട്ടതാണ്. അതും പറഞ്ഞ് അമ്മാവൻ പുറത്തേക്ക് ചെന്നതും കാണുന്നത് പ്രൊഫസർ ജൂ അവിടെ നിൽക്കുന്നതാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് വല്ല കുലുക്കൊണ്ടോന്ന് നോക്കിയേ. ആ ദേഷ്യത്തിന് അമ്മാവൻ പുറത്തേക്ക് ചെന്ന് വഴക്കുണ്ടാക്കുന്നു. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ട് ഇവിടെ വരും? നീ ആരാണെന്ന് എനിക്ക് അറിയില്ലെന്നാണോ നിന്റെ വിചാരം? നിങ്ങൾ എന്തായി പറയുന്നത്? 18 വർഷം മുന്നേ ഞാൻ കണ്ട അതേ ദുരാത്മാവ് അതാണിപ്പോൾ നിന്റെ ഉള്ളിൽ. നീ എന്താ കരുതിയത് ഞാൻ നിന്നെ തിരിച്ചറിയില്ലെന്നോ? ശരിക്കും ബോംപാലിന്റെ അമ്മയെ കൊന്നത് നീയല്ലേ? അത് പോരാഞ്ഞ് ഇപ്പോൾ അവന്റെ അച്ഛനെയും കൊന്നു. ഇനി എത്ര പേരെ കൊന്നല്ല നീയൊന്ന് അടങ്ങുക. പിന്നെ എന്തിനാ എന്നെ ബോംപാലിന്റെ ബോഡിയിൽ നിന്ന് പുറത്താക്കിയത്? ഇതിനെല്ലാം കാരണം നിങ്ങളല്ലേ? അതും പറഞ്ഞ് അവൻ അമ്മാവന്റെ കൈ പിടിച്ച് തിരിക്കുന്നു. ഇവന്റെ ബോഡിയിൽ നിന്നും ഇറങ്ങി പോടാ. ഞാൻ പോയാല് അപ്പോൾ തന്നെ ഇവൻ മരിക്കും. ഞങ്ങൾ ഇപ്പോൾ ഒരേ ബോഡിയാണ്. ഇവനെ ഞാനാണ് നരകത്തിൽ നിന്ന് രക്ഷിച്ചത്. അന്ന് ബോംപാലിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ഈവിൾ സ്പിരിറ്റ് നേരെ പ്രൊഫസർ ജൂവിന്റെ ദേഹത്തായിരുന്നു കയറിയത്. അവന്റെ അമ്മയെ അച്ഛൻ ഒരുപാട് ടോർച്ചർ ചെയ്യുമായിരുന്നു. അമ്മയെ എങ്ങനെയെങ്കിലും അച്ഛന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ ആഗ്രഹിച്ച ഒരു സാധാരണ പയ്യനായിരുന്നു ജൂ. ഇവന്റെ ഈ വീക്ക്നെസ് യൂസ് ചെയ്ത് അവന്റെ ബോഡിയിൽ കയറി ദുരാത്മാവ് തന്നെയാണ് അവനെ കൊണ്ട് അവന്റെ അച്ഛനെ തള്ളിയിട്ട് കൊല്ലിച്ചതും. അതിനുശേഷം നിന്റെ അമ്മയാണ് നിന്റെ അച്ഛനെ കൊന്നതെന്ന് പറഞ്ഞ് അവിടെയുള്ള കുട്ടികൾ മുഴുവൻ അവനെ അടിക്കുമായിരുന്നു. എന്റെ അമ്മ ആരെയും കൊന്നിട്ടില്ല. ഇവന്റെ ഈ അവസ്ഥ ഉപയോഗിച്ച് ആ ഈവിൾ സ്പിരിറ്റ് വീണ്ടും ഇവന്റെ ദേഹത്തേക്ക് കയറാൻ നോക്കുവാണ്. പക്ഷെ അതിനെ സമ്മതിക്കാതെ അവൻ ഓടാൻ തുടങ്ങി. എങ്കിലും അവന്റെ പിറകെ വന്ന ആ ദുഷ്ടാത്മാവ് അവന്റെ ദേഹത്തേക്ക് കയറുന്നു. ശേഷം തന്റെ അമ്മയെ ആരൊക്കെ കുറ്റം പറഞ്ഞു. അവരെ എല്ലാവരെയും ഒരു പാറക്കല്ല് കൊണ്ട് അവൻ അടിച്ചിടുന്നു. അങ്ങനെ ഓരോരോ തവണ ഹെൽപ്പ് ചെയ്ത് ഇപ്പോൾ ആ ദുരാത്മാവ് അവന്റെ ദേഹത്തെ സ്ഥിരമായിട്ട് താമസമാക്കി. ഇനി മേലാൽ എന്റെ വഴിയെ വന്നേക്കരുത്. അങ്ങനെ ചെയ്താൽ അച്ഛന്റെ മോന്റെ സംസ്കാരം ഒരുമിച്ച് നടത്തേണ്ടി വരും. അത് കേട്ടതും അമ്മാവന് നല്ല ദേഷ്യം വരുന്നു. എന്നാൽ പ്രൊഫസർ ആണെങ്കിൽ അമ്മാവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ജീവൻ വേണമെങ്കിൽ മിണ്ടാതെ ഇരുന്നോണം. എനിക്ക് തന്നെ പരിചയമുള്ളതിന്റെ പേരിൽ ഇപ്പോൾ ഞാൻ വെറുതെ വിടുന്നു. അതും പറഞ്ഞ് അയാൾ ഓടുന്നു പോകുന്നു. അതേ സമയത്ത് അതുവഴി വരികയായിരുന്ന ബോംബാല് അമ്മാവനെ കാണുന്നു. എന്താ പറ്റിയേ? ഏയ്, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അടുത്ത ഷൂട്ടിൽ ആ പോലീസുകാരെയാണ് കാണിക്കുന്നത്. സർ, ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. നഖത്തിന്റെ അടിയിൽ നിന്നും വേറെ ഒരാളുടെ DNA കൂടി കിട്ടിയിട്ടുണ്ട്. B
പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാണിന്റെ DNA. പ്രൊഫസർ ജൂവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? അതും ബി പോസിറ്റീവ് ആണ് സാർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ തെളിവുണ്ട്. ഇപ്പോൾ തന്നെ അയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഫയൽ ചെയ്യണം. അങ്ങനെ പിറ്റേന്നായത് ഭോപ്പാൽ അമ്പലത്തിൽ വെച്ച് തന്റെ അച്ഛന്റെ ചടങ്ങുകളൊക്കെ നടത്തുവാണ്. ഹ്യൂൻജിയും അവിടെ തന്നെ ഉണ്ട്. വേറെ എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. അങ്ങനെ അവനിപ്പോൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് പോയി എന്തേലും കഴിച്ചാലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, പിന്നെ കാണാം. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. തിരികെ വീട്ടിലേക്ക് ചെന്നതും ഇത്രയും നാൾ അവന്റെ അച്ഛൻ അവന് ഒരുപാട് കത്തയച്ചില്ലായിരുന്നു. ഇപ്പോൾ തന്റെ അച്ഛൻ മരിച്ച ശേഷം അവൻ ആ കത്തുകളെല്ലാം എടുത്ത് വായിക്കുകയാണ്. അത് വായിച്ചതും സങ്കടം സഹിക്കാനാവാതെ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അവന്റെ ആ കരച്ചിൽ പുറത്തു വരെ കേൾക്കായിരുന്നു. അവൻ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവനുള്ള ഫുഡുമായിട്ട് ഹ്യൂൻജി പുറത്തു നിൽപ്പുണ്ടായിരുന്നു. അവന്റെ ആ കരച്ചിൽ കേട്ടതും അവൾക്കും ആകെ സങ്കടാവുന്നു. അങ്ങനെ അവൾ തിരികെ വീട്ടിലേക്ക് ചെന്നതും അവളുടെ അമ്മ ഇവിടുന്ന് പോകാനായിട്ട് എല്ലാം പാക്ക് ചെയ്യുകയായിരുന്നു. ഇതൊക്കെ എന്തിനാ ഇപ്പോഴേ പാക്ക് ചെയ്യുന്നേ? ഈ വീട് വിറ്റുപോയി, ഇന്നലെ ആയിരുന്നു എഗ്രിമെന്റ് എഴുതിയത്. മോളും വേഗം പോയി പാക്ക് ചെയ്യാൻ നോക്ക്, നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് പോകും. അമ്മ, ഞാൻ ഇവിടെ നിൽക്കട്ടെ. അതെന്തിനാ? ബോംബാല കാരണമാണോ? എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ അവനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാനല്ല മോളെ പറയുന്നത്. ആദ്യം മോള് നന്നായിട്ട് പഠിക്ക്, ശേഷം എക്സാം എഴുതി കോളേജിൽ ചേരാൻ നോക്ക്, പിന്നീടും അവനെ കാണാമല്ലോ. അത് കേട്ടതും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്നു. നേരെ പോകുന്നത് ബോംബാലിനെ കാണാനായിട്ടാണ്. പക്ഷേ എത്ര വിളിച്ചിട്ടും അവൻ കഥക് തുറക്കുന്നതേയില്ല. ഞാൻ നാളെ പോകുന്നതിന് മുന്നേ എനിക്കൊന്ന് കാണണം, ഞാൻ പെട്ടെന്ന് വരും കേട്ടോ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം കേട്ട് അവനും അകത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഞാൻ വിളിക്കും, അപ്പോൾ കോൾ എടുക്കണം, മനസ്സിലായോ? അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. തിരികെ പോകാൻ നേരം പ്രൊഫസർ ജൂവും അവളെ കാണുന്നു. എന്താ പറ്റിയേ? എന്തോ സങ്കടമുള്ളത് പോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, അകത്തേക്ക് വന്നാൽ ഒരു ചായ കുടിക്കായിരുന്നു. അത് കേട്ട് അവൾ പ്രൊഫസർ ജൂവിന്റെ കൂടെ അകത്തേക്ക് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ ആ പോലീസുകാരനെയാണ് കാണിക്കുന്നത്. അയാൾ ഇപ്പോൾ ബോംബാലിനെ കാണാനായിട്ട് വന്നേക്കുവാണ്. ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അതിൽ പറയുന്നത് നിന്റെ അച്ഛന്റേത് ഒരു കൊലപാതകമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അറിയണം. നിന്റെ അച്ഛനെ പ്രൊഫസർ ജൂവിനെ എങ്ങനെ അറിയാം? പ്രൊഫസർ ജൂ, എന്റെ അച്ഛന്റെ മരണവുമായി അദ്ദേഹത്തിന് എന്താ ബന്ധം? ഇപ്പോൾ ഞങ്ങൾക്കൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയ കാര്യം ഓർമ്മ വന്നാൽ കൂടി എന്നോട് മറക്കാതെ പറയണം. അതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. ഇതെല്ലാം കേട്ടതും കാര്യം അറിയാൻ വേണ്ടി അവൻ അമ്മാവനെ ചെന്ന് കാണുന്നു. പ്രൊഫസർ ജൂവിന് എന്റെ അച്ഛന്റെ മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് കേട്ടതും അമ്മാവൻ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. പ്രൊഫസർ ജൂ ഒരു മനുഷ്യനല്ല, അതൊരു ദുരാത്മാവാണ്. 18 വർഷങ്ങൾക്ക് മുന്നേ നിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന അതേ ദുരാത്മാവ് അതിപ്പോൾ നിന്റെയും ഹ്യൂൻജിയുടെയും പുറകെയാണ്. ഹ്യൂൻജിയുടെ പുറകെ എന്തിനാ? അതിന് വേണ്ട ഒരു സാധനം അവളുടെ കയ്യിലുണ്ട്. അതേസമയം പ്രൊഫസർ ജൂ ഹ്യൂൻജിക്ക് കുടിക്കാൻ വേണ്ടി ചായ കൊടുക്കുന്നു. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞതും അവൾക്ക് എന്തോ പോലെ തോന്നാൻ തുടങ്ങി. എന്തു പറ്റി അറിയില്ല, എന്തോ പോലെ. ഞാനിന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അവളെ മയക്കാൻ വേണ്ടി അയാൾ എന്തോ അതിൽ ചേർത്തിരുന്നു. അതേസമയം കാര്യങ്ങളെല്ലാം അറിഞ്ഞത് ബോംബാലെ ഹ്യൂൻജിയെ വിളിക്കാൻ നോക്കുവാണ്. പക്ഷെ അവന്റെ കോള് കണ്ടതും അയാൾ ഹ്യൂൻജിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു. എന്തോ പന്തികേട് തോന്നിയതും അവൻ ഹ്യൂൻജിയെ അന്വേഷിച്ച് ഓടാൻ തുടങ്ങി. അതേസമയം ഇവിടെ ഹ്യൂൻജി ആണെങ്കിൽ നടക്കാൻ കഴിയാത്തത് കൊണ്ട് തളർന്നു വീഴാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ അവളുടെ മാലയും പൊട്ടി തറയിലേക്ക് വീഴുന്നു. ഈ തക്ക നോക്കി അയാൾ പതിയെ ഹ്യൂൻജിയുടെ അടുത്തേക്ക് വരികയാണ്. ഒരു വശത്ത് ഹ്യൂൻജിയെ കാണാതെ ആകെ ടെൻഷൻ അടിച്ച് ഓടുന്ന ബോംബാൽ, മറുവശത്ത് അവളെ പിടിക്കാനായി അവളുടെ അടുത്തേക്ക് വരുന്ന പ്രൊഫസർ ജൂ. ഇനി എന്തൊക്കെയാവുമെന്ന് കണ്ടറിയാം. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് 14ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. 15ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി.